Hi friends, എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ബഡ്സ് വെച്ചിട്ട് ഒരു ബോട്ടിൽ ആർട്ടാണ്. അപ്പോൾ അതിനുവേണ്ടി നമ്മൾ ബഡ്സിൽ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൽ ഞാൻ ബ്ലൂവും യെല്ലോയും അതുപോലെ തന്നെ റെഡ് ഗ്രീൻ ഇത്രയും കളേഴ്സാണ് എടുത്തിരിക്കുന്നത്. ഏകദേശം ഒരു 10 എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ച് എങ്ങനെയാണ് ബോട്ടിൽ ആർട്ട് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ കളർ ചെയ്ത് വെച്ച ബഡ്സ് ഓരോന്നും ഇതുപോലെ കട്ട് ചെയ്യണം. സിസേഴ്സ് ഉപയോഗിച്ചിട്ട് കട്ട് ചെയ്യാം, അല്ലെങ്കിൽ പ്ലെയർ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടാണെങ്കിലും കട്ട് ചെയ്താൽ മതി. അപ്പോൾ ഇതുപോലെ നമുക്ക് ഓരോ ബഡ്സും ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം. അതുപോലെ നമ്മുടെ ആ ബഡ്സിൻ്റെ സ്റ്റിക്കൊന്നും കളയണ്ട, നമുക്ക് വേറെ എന്തെങ്കിലും ബോട്ടിലാട്ടൊക്കെ ചെയ്യാൻ വേണ്ടി എടുക്കാവുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ബാക്കിയുള്ളവയെല്ലാം കട്ട് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ബഡ്സുകളെല്ലാം നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നമ്മുടെ ബോട്ടിലേക്ക് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഒട്ടിച്ചു കൊടുക്കുന്നതിന് മുമ്പായിട്ട് നമ്മൾ ഇതുപോലെ കുറച്ച് ത്രെഡുകൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇത് ടിഷ്യൂ പേപ്പറിൽ ഗ്രീൻ ടേപ്പ് ചുറ്റി എടുത്തിരിക്കുന്നതാണ്. നിങ്ങളുടെ കയ്യിൽ വുളൻ ത്രെഡ് ഉണ്ടെങ്കിൽ വുളൻ ത്രെഡ് യൂസ് ചെയ്യാം, അതല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാം. അതുമല്ലെങ്കിൽ ന്യൂസ് പേപ്പറിൽ ഗ്രീൻ കളറിലെ പെയിൻറ് അടിച്ചു കൊടുത്താലും മതി. നിങ്ങൾക്ക് ഏതാണോ ഇഷ്ടം ആ രീതിയിൽ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇനി നമ്മുടെ ബോട്ടിലേക്ക് ഈ തണ്ടുകൾ ഓരോന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാൻ ഒട്ടിക്കുന്ന രീതിയിൽ തന്നെ ഒട്ടിക്കണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. നമ്മളിപ്പോൾ 2 സൈഡായിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അതായത് ഒരു സൈഡിൽ ഒരു കളറിലെ പൂക്കളും മറ്റൊരു സൈഡിൽ മറ്റു കളറിലെ പൂക്കളുമാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇത്തിരി ഒട്ടാൻ താമസമുണ്ട്, എന്നാലും കുഴപ്പമില്ല, നന്നായിട്ട് കംഫർട്ടബിളായിട്ട് ഇരുന്നോളും. നമ്മൾ ഗ്ലൂ ഗണ്ണൊക്കെ അപ്ലൈ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ സൈഡിലെല്ലാം പശയൊക്കെ ഇരിക്കും. ഇപ്പോൾ നമ്മൾ ഫെവിക്കോൾ യൂസ് ചെയ്യുമ്പോൾ അങ്ങനെയൊന്നും പശയിരിക്കത്തില്ല, നന്നായിട്ട് തന്നെ ഡ്രൈ ആയിട്ടിരുന്നോളും. ഒട്ടാൻ ഇത്തിരി താമസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അപ്പം നമുക്ക് ഇതുപോലെ തണ്ടുകൾ ഫുള്ള് ഒരു സൈഡിലും മറ്റേ സൈഡിലുമായിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മൾ ഒരു സൈഡ് ഫുൾ ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുത്ത സൈഡൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നമുക്ക് 2 സൈഡിൽ നിന്ന് നോക്കിയാലും നല്ല വ്യൂ ആയിരിക്കും. അപ്പോൾ നിങ്ങൾ വുളൻ ത്രെഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഇതിലും പെട്ടെന്ന് തന്നെ നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും കേട്ടോ. അതല്ല ടിഷ്യൂ പേപ്പറും ഇതും നന്നായിട്ട് തന്നെ ഒട്ടിക്കിട്ടും. ഇതിപ്പോൾ നമ്മൾ ഗ്രീൻ ടേപ്പ് യൂസ് ചെയ്തിരിക്കുന്നതുകൊണ്ടാണ് ഒട്ടാൻ ഇത്തിരി പ്രയാസം, എന്നാലും കുഴപ്പമില്ല, നല്ലതായിട്ട് വർക്ക് നല്ലൊരു ഫിനിഷിങ് ലുക്കിലിരുന്നോളും. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് തണ്ടുകളെല്ലാം ഒന്ന് ഒട്ടിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ തണ്ടുകളെല്ലാം ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഓരോന്നായിട്ട് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ ഒരു സൈഡിൽ റെഡ് ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്. ഫെവിക്കോൾ അപ്ലൈ ചെയ്യുക, അതിനുശേഷം ഇതുപോലെ ഓരോ ബഡ്സായിട്ട് അതിലേക്ക് വെച്ച് കൊടുക്കാം. അപ്പോൾ ഈ രീതിയിൽ തന്നെ ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്തെടുക്കാം. ഞാൻ ജസ്റ്റ് ഇങ്ങനെ ചെയ്യുന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതാണ് ഇഷ്ടമെങ്കിൽ ഈ രീതിയിൽ ചെയ്തെടുക്കാം, അതല്ല നിങ്ങളുടെ ഇഷ്ടത്തിന് ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്തെടുക്കാം. അപ്പോൾ ഒരു സൈഡ് മൊത്തം നമ്മൾ റെഡ് കളറിലെ ഫ്ലവേഴ്സാണ് ചെയ്യുന്നത്, ബാക്കി സൈഡിൽ നമുക്ക് ബ്ലൂ കളറിലെ ഫ്ലവേഴ്സും ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് നിങ്ങൾ വീഡിയോ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ നമ്മുടെ ഒരു സൈഡ് ഫിനിഷ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് മറ്റേ സൈഡിലേക്ക് ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഈ സെയിം കളറിലെ കളർ കോമ്പിനേഷൻസ് യൂസ് ചെയ്യണമെന്നൊന്നുമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ ഇഷ്ടമുള്ള കളേഴ്സ് വെച്ചിട്ട് ചെയ്യാവുന്നതാണ്. ജസ്റ്റ് ഞാനൊരു ഐഡിയ പറഞ്ഞു തരുന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക്
നമ്മുടെ ബ്ലൂ കളറിലെ ഫ്ലവേഴ്സ് എല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഈ ഒരു ബോട്ടിലായിട്ട് നിങ്ങൾക്ക് ബഡ്സ് വെച്ച് മാത്രമല്ല ചെറിയ സീഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ അത് വെച്ചിട്ടും ചെയ്യാം. എങ്ങനെ ചെയ്താലും നല്ലൊരു ഫിനിഷിംഗ് ലുക്കായിരിക്കും നമ്മുടെ വർക്കിന് കിട്ടുന്നത്. അങ്ങനെ നമ്മുടെ ബ്ലൂ കളറിലെ ഫ്ലവേഴ്സും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് നടുഭാഗത്തേക്കായിട്ട് യെല്ലോ കളറിലെ ബഡ്സ് കൂടെ ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ നമ്മുടെ പൂമ്പൊടിയുടെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടിയാണ് യെല്ലോ കളർ നമ്മൾ ഒട്ടിച്ചു കൊടുക്കുന്നത്. നമ്മൾ ഈ ബ്ലൂ കളറിൻ്റെയും അതുപോലെ തന്നെ റെഡ് കളറിൻ്റെയും മുകളിലേക്ക് ഈ യെല്ലോ കളർ ഒട്ടിച്ചു കൊടുക്കുന്നതുകൊണ്ട് നമ്മുടെ ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് യെല്ലോ ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. കാരണം നമ്മൾ ഈ ഡാർക്ക് കളർ ആയതുകൊണ്ട് തന്നെ പൂമ്പൊടി ഒട്ടിച്ചു കൊടുക്കുമ്പോൾ നല്ല ഭംഗിയായിരിക്കും. ഇനി നിങ്ങൾക്ക് ബോട്ടിലിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളർ മാറ്റണമെങ്കിൽ അങ്ങനെയും ചെയ്ത് കൊടുക്കാൻ കിട്ടും. അങ്ങനെ നമ്മൾ യെല്ലോ കളറിലെ ബഡ്സ് എല്ലാം ഒട്ടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് ലീഫിൻ്റെ ഒരു എഫക്റ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഗ്രീൻ കളറിൽ ചെയ്ത് വെച്ചിരിക്കുന്ന ബഡ്സുകൾ ഓരോന്നായിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ അത് നിങ്ങളുടെ വാസനയ്ക്കനുസരിച്ച് ചെയ്ത് കൊടുത്താൽ മതി എവിടേക്ക് ഒട്ടിക്കണം എന്നുള്ളത്. ഈ രീതിയിലൊന്നും ചെയ്യണം തന്നെ നിർബന്ധമൊന്നുമില്ല. അപ്പോൾ നമുക്ക് ഗ്രീൻ കളറിലെ നമ്മുടെ ബഡ്സും അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. കഴിവതും നിങ്ങൾ ബഡ്സ് വെച്ചിട്ട് തന്നെ ലീഫ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കാരണം എന്നാലേ ഉള്ളൂ നമ്മുടെ വർക്കിന് ഒരു ഫിനിഷിംഗ് ലുക്ക് കിട്ടുള്ളൂ. ഇനി നിങ്ങൾക്ക് ആർട്ടിഫിഷ്യലായിട്ടുള്ള ലീവ്സ് യൂസ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. അങ്ങനെ നമ്മുടെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ബോട്ടിലിൻ്റെ ഫൈനൽ ലുക്ക്. അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും വേണേ. അതുപോലെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടെ ഒന്ന് എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന വീഡിയോസിൻ്റെ എല്ലാ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ആദ്യമേ തന്നെ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ബോട്ടിലായിട്ടാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഇടുകയും കൂടെ വേണേ. അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയുമായിട്ട് കാണാം. ബൈ ബൈ.